എന്നുള്ളത്, അല്ലെങ്കിൽ ഡിവൈൻലി ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണെന്നുള്ളതിന് 5 തെളിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ബൈബിളിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി. 2, പുരാവസ്തുശാസ്ത്രപരമായ ബൈബിളിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കൃത്യത. 3, ഹിസ്റ്റോറിക്കൽ വിഷയങ്ങളിലുള്ള ബൈബിളിൻ്റെ ആക്യുറസി. 4, പ്രവചന വിഷയങ്ങളിലുള്ള ബൈബിളിൻ്റെ ആക്യുറസി. 5, മാനുസ്ക്രിപ്റ്റ്സിൻ്റെ കാര്യത്തിൽ ബൈബിളിൻ്റെ ആക്യുറസി. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിലരുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. ഐ എം വെരി ഹാപ്പി. നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പിന്നെയും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയങ്ങളിൽ എത്ര ഗവേഷണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൽ മിക്കവരും അജ്ഞരാണ്. ഈ വിഷയത്തിൽ പാംഫ്ലെറ്റ്സ് ഉണ്ട്, റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, ജേർണൽസ് ഉണ്ടെന്നുള്ള കാര്യം ഇന്നും ഈ ബൈബിളിനെ അറ്റാക്ക് ചെയ്ത് എഴുതുന്ന ആളുകൾ പലപ്പോഴും ഒളിച്ചു വെക്കുന്നത് മറച്ചു വെക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും സ്കോളർലി ആയിട്ടുള്ള ഈ ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചു നോക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് കാണണം എന്നുള്ള കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈബിൾ ദൈവികമായ ഗ്രന്ഥമാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് ബൈബിളിൻ്റെ ശാസ്ത്രീയ ആക്യുറസിയുടെ കാരണം കൊണ്ടാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ പഠിക്കുവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഫീൽഡാണ്. ശാസ്ത്രത്തിൽ തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന്, തെളിയിക്കപ്പെടാത്ത ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, എവല്യൂഷൻ. ഇന്നും അതിനെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് അവർ പറയുന്നത്. കാരണം അത് സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം മാത്രമാണ്. എന്നാൽ നേരെ മറിച്ച് സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. കാരണം അത് സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം എടുത്ത് ധാരാളം ആളുകൾ ബൈബിളിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. നാച്ചുറലി ഒരു കോർട്ട് ഓഫ് ലോയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥാപിക്കപ്പെടാത്ത തിയറീസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് ഒരു ടെസ്റ്റിമണി ആയിട്ട് ആരും സ്വീകരിക്കത്തില്ല. വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ചിന്താഗതിയുള്ളവർ മാത്രമേ തിയറീസിനെ തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കത്തുള്ളൂ. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഒരു തിയറിക്കൊരു പെർമനൻസ് ഇല്ലെന്നുള്ളത്. സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുത പോലും ഇന്നുവരെ ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. കഴിഞ്ഞ 28 വർഷമായിട്ട് ഇതിനു വേണ്ടി ഒരു റിവാർഡ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും വെൽക്കമാണ്. 1.5 ലക്ഷം രൂപയാണ് ഇന്ന് അതിൻ്റെ ക്യാഷ് വാല്യൂ. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയെങ്കിലും ബൈബിളിൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്തതായിട്ട് തെളിയിക്കാമെങ്കിൽ, ജമ്പ് ചെയ്ത് പെട്ടെന്ന് ഇതെന്ന് പറയരുത്. അതിന് മുമ്പ് അത് തിയറിയാണെന്നോ അതോ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യുന്നത്. അത് ഞാൻ ഇതുപോലുള്ള ഓഡിയൻസിൻ്റെ മുൻപിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റി ഓഡിയൻസിൻ്റെ മുമ്പിലും ഈ ഓഫർ കൊടുത്തിട്ടുള്ളതാണെന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നിലോട്ട് പോകട്ടെ. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും ചോദ്യം ചെയ്തിട്ടില്ല. ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ബൈബിളിലുള്ള ധാരാളം സ്റ്റേറ്റ്മെൻറ്റ്സ് ശാസ്ത്രം ആ വിഷയങ്ങളെക്കുറിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബ്ലഡ് മനുഷ്യൻ്റെ ജീവൻ്റെ ക്യാരിയർ ആണെന്നുള്ളത് വില്യം ഹാർവിയാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ബൈബിൾ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ശൂന്യത്തിൽ മേൽ തൂങ്ങിക്കിടക്കുന്നെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ഇന്നും അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്, ഇന്നും ഈ 20-ാം നൂറ്റാണ്ടിൽ. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം ഭൂമിയെ നാസ്തിയന്മേൽ തൂക്കുന്നെന്നാണ്. ഭൂമി പരന്നാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. ബൈബിൾ അങ്ങനെ പറയുന്നെന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. അത് വേണ്ടി വരുമ്പോൾ നമുക്ക് പരിശോധിക്കാം. എന്നാൽ ബൈബിൾ ഉരുണ്ടാണെന്നുള്ളത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, 1-ൽ കൂടുതൽ സ്ഥലത്ത് പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ല എന്ന് ചിലർ നടിക്കുന്നുണ്ട്, പറഞ്ഞിട്ടില്ലാത്തത് പറയുന്നത് ചിലർ നടിക്കുന്നുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ശൂന്യത്തിൽ മേൽ നിൽക്കുന്നെന്നും ഉരുണ്ടതാണെന്നും ഒരു സ്ഥലത്ത് രാവും ഒരു സ്ഥലത്ത് പകലും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സമയമാണെന്നുള്ളത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്തിട്ടില്ല. ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത്, ഓ സർ, ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് ബൈബിൾ പറയുന്നില്ലേ? ഓ വണ്ടർഫുൾ. ഈ വിഷയത്തെക്കുറിച്ച് മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ബുക്സ് എല്ലാം ഒന്ന് സർവേ ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടായി. അതിൽ എൻ്റെ മുൻപിൽ വന്ന ഒരു ബുക്കാണിത്. ഈ ബുക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നു:
ദാറ്റ് ഈസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ശാസ്ത്രം അല്ലെ ഹിസ്റ്റോറിക്കൽ സയൻസസ് എന്ത് പറയുന്നതെന്നൊന്ന് വായിച്ചു നോക്കിയതായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതത്തില്ലായിരുന്നേനെ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, എൻസൈക്ലോപീഡിയ അമേരിക്കാന, ഫങ്ക് ആൻഡ് വാഗ്നാൽ സ്റ്റാൻഡേർഡ് എൻസൈക്ലോപീഡിയ, ടേക്ക് എനി എൻസൈക്ലോപീഡിയ എന്നിട്ട് അതിൽ ഗലീലി എന്നുള്ള സംഭവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ക്രിസ്ത്യാനികളല്ല പറയുന്നത്, ശാസ്ത്രലോക അല്ലെങ്കിൽ മെസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇറക്കിയ എൻസൈക്ലോപീഡിയ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 30 വള്ളി അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നത് ഗലീലിയോ പറഞ്ഞതിനെ എതിർത്തത് അന്നത്തെ ശാസ്ത്രലോകമാണ്. അന്നത്തെ ശാസ്ത്രലോകത്തിന് സഭയുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നത് കൊണ്ട് സഭയിൽപ്പെട്ട ആളുകളെ സ്വാധീനിച്ച് ഗലീലിയോ അവരെ കണ്ടം ചെയ്തു. എന്നാൽ ബൈബിളിൻ്റെ ബേസിസിലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നത്. അതുകൊണ്ട് മനുഷ്യർ അവിടെ ഇവിടെയും ചെയ്തതിൻ്റെ ബേസിസിൽ ബൈബിൾ ഇന്നത് പറയുന്നു എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിസെപ്ഷൻ, ദാറ്റ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞെന്ന് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2000 വർഷം പരിശോധിച്ചു, കഴിഞ്ഞ 400 വർഷം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു, കഴിഞ്ഞ 200 വർഷങ്ങൾ ഈവൻ റിസർച്ച് ബോഡീസ് ഉണ്ടാക്കി പരിശോധിച്ചു. ഇന്ന് വരെ ഒരു വ്യക്തിക്കും ബൈബിളിൽ ഒരു സയൻറ്റിഫിക് എറർ ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ബൈബിളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും സയൻസിനെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടില്ല. തിയറീസ്, ഓ യെസ്, 100 കണക്കിനല്ല 1000 തിയറികളുണ്ട് ബൈബിളിൻ്റെ അഗെയിൻസ്റ്റ് പോകുന്ന. എന്നാൽ തിയറിക്ക് യാതൊരു എക്സിസ്റ്റൻസ് ഇല്ലെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാരണം, ബൈബിളിൻ്റെ ദൈവികത തെളിയിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ് ബൈബിൾ ആൻഡ് ആർക്കിയോളജി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ് ആർക്കിയോളജി എന്നുള്ള സയൻസ് തുടങ്ങിയത്. അന്ന് ധാരാളം നിരീശ്വരവാദികളും ക്രിസ്തു വിരോധികളും ബൈബിൾ വിരോധികളും ക്ലെയിം ചെയ്ത ഒരു വിഷയമുണ്ട്, പുരാവസ്തുശാസ്ത്രം ഒരു 25 വർഷം ഒന്ന് പ്രോഗ്രസ് ചെയ്യട്ടെ, അതോടെ ബൈബിളിനെ കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് തെളിയിക്കും. ഫ്രണ്ട്സ്, 20 വർഷമല്ല 100 വർഷം പ്രോഗ്രസ് ചെയ്തു. ഇന്ന് പുരാവസ്തുശാസ്ത്രത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി ആളില്ല, അതുപോലെ മെറ്റീരിയൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൻ്റെ കാറ്റലോഗ് തന്നെ 50, 60, 70 വോള്യൂംസ് ആണ്. റിസർച്ച് ചെയ്യാൻ ആളുകളില്ല. അതുപോലാണ് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് വന്നിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ധാരാളം കിങ്ഡംസ്, ധാരാളം സിറ്റീസ്, ധാരാളം ടൗൺസ് എന്ന് മാത്രമല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ പോലും കണ്ടുപിടിച്ചെന്നുള്ളതാണ് വസ്തുത. ബെസ്റ്റ് എക്സാമ്പിൾ